എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈഡ് റെസിപ്പി ആയിട്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. അപ്പോൾ വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഈ ചിക്കൻ ഫ്രൈഡ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ടേസ്റ്റി ചിക്കൻ ഫ്രൈ എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ഇവിടെ 500 ഗ്രാം ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ചിക്കൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞ് എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ട മസാലയൊക്കെ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൊടി. അപ്പോൾ അതിനൊരു കളർ കിട്ടട്ടെ, അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല, വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ, ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. ഇനി നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള ഉള്ളി, ഒരു ഉള്ളി മാത്രമാണിത്, ഒരു ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് നന്നായിട്ട് കൈ വെച്ചിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലപോലെ ഒന്ന് മിക്സ് ആവട്ടെ. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്, അതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അത് നേരത്തെ ചേർക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. നേരത്തെ ഇവിടെ എടുത്ത് വെച്ചത് ഞാൻ ചേർക്കാൻ വിട്ടുപോയതുകൊണ്ടാണ് ഇപ്പോൾ ചേർക്കുന്നത്. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ മസാലയൊക്കെ നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു 15 മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്കിതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടെ ചേർക്കാനുണ്ട്. ഇപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കോൺഫ്ലോറും കൂടെ ചേർത്ത് കൊടുക്കണം. ഒരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്തിട്ട് നമുക്കിനി നന്നായിട്ട് ഇതൊന്ന് നേരത്തെ ചെയ്ത പോലെ തന്നെ ഒന്ന് കൈവച്ചിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് നമ്മുടെ ചിക്കൻ റെഡി ആയിരിക്കുന്നുണ്ട്. നമുക്ക് എണ്ണ ചൂടാവാൻ വേണ്ടി വയ്ക്കാം. ഇവിടെ ഒരു പാനിൽ എണ്ണ ചൂടാവാൻ വെച്ചിട്ടുണ്ട്. സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ പീസായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്കിതുപോലെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുക്കാവട്ടെ. അപ്പോൾ ഒരു സൈഡ് മുഴുവൻ നന്നായിട്ട് ഫ്രൈ ആയതിന് ശേഷം നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഒരു സൈഡ് നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ടാവണം, അതുകൊണ്ട് നമുക്കിതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ തിരിച്ചിട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റുന്നതാണ് നല്ലത്. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതുപോലെ എല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ വീണ്ടും നമ്മൾ തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് നമ്മൾ തീരെ ആയിട്ടില്ല എന്ന് തോന്നുന്നതൊക്കെ ഒന്നുകൂടെ തിരിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ ചെയ്ത് മുഴുവനായിട്ട് നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ മുഴുവനായിട്ടും നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അതിൻ്റെ കളറൊക്കെ ശരിക്കും മാറി വന്നിട്ടുണ്ട്. ഇത് നമുക്കിതൊന്ന് എണ്ണയിൽ നിന്നൊന്ന് മാറ്റി വയ്ക്കാം. ഇതുപോലെ നമുക്കിനി ബാക്കിയുള്ളതും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതാ നമ്മുടെ ടേസ്റ്റി ചിക്കൻ ഫ്രൈ റെഡിയായി കഴിഞ്ഞു. ഇത് ചോറിൻ്റെ കൂടെ ആയാലും ബിരിയാണിയുടെ കൂടെ ആയാലും അതുപോലെ നെയ്ച്ചോറിൻ്റെ കൂടെ ആയാലും ഒക്കെ തന്നെ കഴിക്കാൻ പറ്റിയിട്ടുള്ളൊരു അടിപൊളി ഡിഷാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ മുഴുവൻ കണ്ട് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അതുപോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനടുത്ത് ബെല്ലൈക്കൺ ഉണ്ട്, അതുകൂടെ ഒന്ന് പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ തന്നെ തിരഞ്ഞെടുക്കുക. അപ്പോൾ മാത്രമേ അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ. താങ്ക്